ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാമത്തെ ട്വന്റി മത്സരത്തിലും ഇന്ത്യക്ക് അനായാസ വിജയം. ഷഫാലി വർമ്മയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിലാണ് ഇന്ത്യ വിജയം പിടിച്ചെടുത്തത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ചെറിയ സ്കോറിൽ ഒതുങ്ങുകയായിരുന്നു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് മാത്രമാണ് അവർക്ക് എടുക്കാനായത്. അസിനി പെരേര 25, ഇമേഷ ദുലനി 27, കവിഷ ദിലരി 20, കൗശിനി നിത്യാങ്കന 19 എന്നിവരാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തവർ. ഇന്ത്യക്ക് വേണ്ടി രേണുക സിംഗ് 4 ഓവറിൽ 21 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ദീപ്തി ശർമ്മ 4 ഓവറിൽ 18 റൺസ് വഴങ്ങി 3 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് സ്മൃതി മന്ദാനയെയും ജമീമ റോഡ്രിഗസിനെയും പെട്ടെന്ന് നഷ്ടമായി. 1 റൺസ് എടുത്ത മന്ദാന മടങ്ങിയപ്പോൾ ജമീമ റോഡ്രിഗസ് 9 റൺസാണ് എടുത്തത്. എന്നാൽ ഒരറ്റത്ത് ഉറച്ചു നിന്ന് വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയാണ് ഷഫാലി വർമ്മ നേടിയത്. 42 പന്തിൽ അടിച്ചുകൂട്ടിയത് 79 റൺസാണ്. 3 സിക്സും 11 ഫോറും അടങ്ങുന്ന ഇന്നിംഗ്സ്. ഹർമൻപ്രീത് കൗർ 21 റൺസോടെ പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ വെറും 13.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ 115 റൺസ് എടുത്തു. 40 പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ വിജയം. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കുകയും ചെയ്തു. അടുത്ത 2 മത്സരവും നടക്കുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെയാണ്.